അമ്മേ, ഈ അച്ഛൻ എന്താ കാര്യം പറഞ്ഞാൽ മനസ്സിലാവില്ലേ? വയസ്സാം കാലത്ത് എന്ത് ഭാവിച്ചോണ്ട് തുടങ്ങിയിരിക്കുന്നത്? വർഷയുടെ കഴുത്തിൽ താലി കെട്ടിയ ഭർത്താവാണ് വിക്രം. വർഷയുടെ കാര്യത്തിൽ എന്ത് തീരുമാനമെടുക്കാനുള്ള സ്വാതന്ത്ര്യവും അവകാശവും ഭർത്താവിനുള്ളതാ. അത് ജീവിച്ചിരുന്നാലും മരിച്ചാലും. എന്താ അമ്മയ്ക്ക് തർക്കമുണ്ടോ? വർഷ ജീവിച്ചിരിക്കുന്നു എന്ന് തന്നെയാണ് വിക്രം ഇപ്പോഴും വിശ്വസിക്കുന്നത്. അതുകൊണ്ടാ മരണാനന്തര ചടങ്ങ് വേണ്ടെന്ന് വിക്രം ഇപ്പോഴും പറയുന്നത്. എങ്കിൽ പിന്നെ അച്ഛൻ എന്തിനാ ഈ ചടങ്ങ് നടത്തിയേ തീരുള്ളൂ എന്ന തീരുമാനത്തിൽ കടിച്ചു തൂങ്ങുന്നത്? അത് മനസ്സിലാകണമെങ്കിൽ ഒരല്പം മനുഷ്യത്വം വേണോടാ. ഒരച്ഛനും മോളും തമ്മിലുള്ള ആത്മബന്ധത്തിന്റെ പൊരുൾ അറിയണം. നിനക്കതറിയില്ലല്ലോ. പെങ്ങളുടെ ചടങ്ങ് നടത്തുമ്പോ ചിലവാകുന്ന പണം എങ്ങനെ ലാഭപ്പെടുത്താമെന്ന് ചിന്തിക്കുന്ന സഹോദരനല്ലേ നീ? കാണാതായിട്ട് ദിവസങ്ങൾ എത്രയായി. ഇതുവരെ അവളെ കുറിച്ച് ഒരു വിവരവും കിട്ടിയിട്ടില്ല. അവള് തിരിച്ചു വരുമെന്നുള്ള പ്രതീക്ഷയും കേട്ടു. അവളുടെ ആത്മാവിനെ സമർപ്പിച്ച് ഒരു നുള്ള അരി സമർപ്പിക്കാനുള്ള സ്വാതന്ത്ര്യം പോലും അച്ഛനില്ലേടാ. ആ വായ്ക്കലിക്ക് വിലയിടുന്ന സഹോദരനായി നിനക്ക് രക്തബന്ധത്തിന്റെ വില അറിയില്ല. നീ ഒരു കാലത്ത് നന്നാകാനും പോകുന്നില്ല.